നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന ഏറ്റവും പ്രശസ്തവും ചെലവേറിയതുമായ 5 സ്റ്റാർ ഹോട്ടലായിരുന്നു അത്. സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന വലിയ ചുവരുകളും വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത വിലപിടിപ്പുള്ള പരവതാനികളും ക്രിസ്റ്റൽ വിളക്കുകളും കൊണ്ട് ആ പ്രദേശം എപ്പോഴും പ്രകാശപൂരിതമായിരുന്നു. കോടീശ്വരന്മാരായ വ്യവസായികളും വിദേശ വിനോദസഞ്ചാരികളും മാത്രം വന്നുപോകുന്ന സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അത്രയും ആഡംബരം നിറഞ്ഞ ഒരു മായാലോകം. അങ്ങനെയുള്ള ഒരു സുന്ദരമായ വൈകുന്നേരമാണ് ആ ഹോട്ടലിന്റെ വലിയ ഗ്ലാസ് കവാടത്തിലൂടെ രണ്ടുപേർ അകത്തേക്ക് പ്രവേശിച്ചത്. അത് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരു പ്രായമായ മനുഷ്യനും അദ്ദേഹത്തിന്റെ മകളായ ആരതിയുമായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ അഴുക്കുപുരണ്ടതായിരുന്നു. കാലുകളിലെ ചെരുപ്പുകൾ പോലും തേഞ്ഞു തീർന്നിരുന്നു. കഠിനമായ ദാരിദ്ര്യത്തിന്റെ നിഴലുകൾ അവരുടെ മുഖത്ത് വ്യക്തമായി കാണാം. ആ ഹോട്ടലിന്റെ തിളക്കമാർന്ന അന്തരീക്ഷവുമായി ഒട്ടും പൊരുത്തപ്പെടാത്ത രണ്ടു മനുഷ്യർ. ആരതി ഭയത്തോടെയും അത്ഭുതത്തോടെയും ചുറ്റും നോക്കുന്നുണ്ട്. അവർ ഹോട്ടലിന്റെ സ്വീകരണ മുറിക്ക് സമീപമുള്ള ഒരു വലിയ വെൽവെറ്റ് സോഫയിൽ വന്നിരുന്നു. പെട്ടെന്നാണ് ആ ഹോട്ടലിന്റെ ചീഫ് മാനേജർ അങ്ങോട്ട് വന്നത്. വില കൂടിയ കോട്ടും സ്യൂട്ടും അണിഞ്ഞ് ഗൗരവത്തിൽ വന്ന മാനേജർ ഈ രണ്ടുപേരെയും കണ്ടതും അയാളുടെ മുഖത്ത് കടുത്ത ദേഷ്യം നിറഞ്ഞു. അയാൾ വലിയ ശബ്ദത്തിൽ അവരോട് ആക്രോശിച്ചു. ഓയ് ഭിക്ഷക്കാരെ, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇതിനകത്ത് കയറിയത്? ഇത് ഈ നഗരത്തിലെ ഏറ്റവും ചെലവേറിയ 5 സ്റ്റാർ ഹോട്ടലാണ് എന്ന് നിങ്ങളുടെ ഈ ദരിദ്ര ബുദ്ധിക്ക് മനസ്സിലാകില്ലേ? എഴുന്നേറ്റ് പോകൂ ഇവിടുന്ന്. നിങ്ങളുടെ കോലം കാരണം ഇവിടെ വരുന്ന ഞങ്ങളുടെ VIP കസ്റ്റമേഴ്സിന്റെ മൂഡ് നശിക്കുകയാണ്. അന്തരീക്ഷം മോശമാക്കാൻ ഓരോരുത്തരും ഇറങ്ങിക്കോളും. മാനേജറുടെ ക്രൂരവും അപമാനകരവുമായ വാക്കുകൾ കേട്ട് ആ വൃദ്ധനായ അച്ഛൻ ഭയന്നു വിറച്ചുപോയി. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കൈകൾ കൂപ്പിക്കൊണ്ട് മാനേജറുടെ മുന്നിൽ യാചിക്കാൻ തുടങ്ങി. സർ, ദയവായി ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടരുത്. ഇന്നെന്റെ മകളുടെ ജന്മദിനമാണ്. അവൾ ജനിച്ചതു മുതൽ ഇത്രയും വലിയൊരു ഹോട്ടൽ കണ്ടിട്ട് പോലുമില്ല. ഒറ്റത്തവണയെങ്കിലും ഇതുപോലൊരു വലിയ സ്ഥലത്ത് വരണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ആരോടും പണം ചോദിക്കാനോ ആരെയും ശല്യം ചെയ്യാനോ വന്നതല്ല സർ. ദയവായി കുറച്ചു സമയം ഇവിടെ ഇരിക്കാൻ അനുവദിക്കണം. ഞങ്ങളെ പുറത്താക്കരുത്. ഇതെന്റെ മകളുടെ വലിയൊരു ആഗ്രഹമാണ്. എന്നാൽ ആ അച്ഛന്റെ കണ്ണീരോടെയുള്ള അപേക്ഷ മാനേജറുടെ കല്ലായ മനസ്സിൽ ഒട്ടും ചലനമുണ്ടാക്കിയില്ല. അയാൾ പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കേട്ടോ ഇവന്റെ ഒരു ന്യായീകരണം. പിച്ചക്കാരുടെ ജന്മദിനം ആഘോഷിക്കേണ്ടത് തെരുവിലാണ്, അല്ലാതെ ഇതുപോലെയുള്ള വലിയ ആഡംബര ഹോട്ടലുകളിലല്ല. നിന്റെ മകൾക്ക് വലിയ ഹോട്ടൽ കാണണമെന്നുണ്ടെങ്കിൽ അതിന് നിന്റെ കയ്യിൽ അതിനുള്ള യോഗ്യതയും പണവും വേണം. വെറുതെ ആഗ്രഹമുണ്ടായാൽ പോരാ. സെക്യൂരിറ്റി, എവിടെ പോയി കിടക്കുകയാണ് നിങ്ങൾ? ഇവരെ രണ്ടുപേരെയും പിടിച്ച് ഇപ്പോൾ തന്നെ പുറത്താക്കും. മാനേജർ ആക്രോശിച്ചപ്പോൾ ആരതിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൾ ഭയന്നില്ല. അവളുടെ മനസ്സിൽ വലിയൊരു ദേഷ്യം ഇടിച്ചു കയറി. അവൾ തന്റെ അച്ഛന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ദയവായി അങ്ങേരെ മുന്നിൽ കൈകൂപ്പരുത്. നമുക്ക് പോകാം. നമ്മളെ മനുഷ്യരായി പോലും കാണാത്ത, ബഹുമാനമില്ലാത്ത ഒരിടത്ത് നമ്മൾ നിൽക്കേണ്ടതില്ല. അവൾ പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും സെക്യൂരിറ്റി ജീവനക്കാർ വന്ന് അവരെ ബലമായി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ആ സമയം ആരതി മാനേജറുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ധീരമായി പറഞ്ഞു, മാനേജർ, നിങ്ങൾ നിങ്ങളുടെ പരിധിയിൽ നിൽക്കുക. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. വരും കാലത്ത് ഞാൻ വെറും ഒരു ആംഗ്യം കാണിച്ചാൽ മതി. നിന്റെ വലിയ ഹോട്ടൽ എന്നേക്കുമായി പൂട്ടിക്കാൻ എനിക്ക് സാധിക്കും. അത്രമേൽ അധികാരം എനിക്കുണ്ടാകും. ആരതിയുടെ ഈ വാക്കുകൾ കേട്ട് ഹോട്ടൽ മാനേജറും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. കേട്ടോ ഇവളുടെ സംസാരം? ഒരു ആംഗ്യം കാണിച്ചാൽ ഹോട്ടൽ പൂട്ടിക്കുമത്രേ. വലിയൊരു തമ്പുരാട്ടി വന്നിരിക്കുന്നു. സെക്യൂരിറ്റി, ഇവരുടെ ഈ നാടകം ഇനി ഇവിടെ നടക്കില്ല. രണ്ടുപേരെയും കഴുത്തിന് പിടിച്ച് പുറത്താക്കൂ. അവർ അവരെ ദരിദ്രരെന്ന് കരുതി പുറത്തേക്ക് തള്ളാൻ ഒരുങ്ങുകയായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ ആരതിയെയും അവളുടെ അച്ഛനെയും ഹോട്ടലിന്റെ പടിവാതിലേക്ക് ബലമായി തള്ളി മാറ്റാൻ തുടങ്ങി. ആ കൃത്യസമയത്താണ് അന്തരീക്ഷമാകെ നിശബ്ദമാക്കിക്കൊണ്ട് കറുത്ത നിറത്തിലുള്ള ഒരു വലിയ ലക്ഷറി വണ്ടി ഹോട്ടലിന്റെ മുറ്റത്ത് വന്നു നിന്നത്. കാറിന്റെ വാതിൽ തുറന്ന് അതിൽ നിന്നും ഇറങ്ങിയത് മറ്റാരുമല്ല, ആ ഹോട്ടലിന്റെ യഥാർത്ഥ ഉടമസ്ഥനും രാജ്യത്തെ പ്രമുഖ വ്യവസായിയുമായ ആര്യൻ സിംഗാനിയ ആയിരുന്നു. സാധാരണയായി ആര്യൻ വരുമ്പോൾ ഹോട്ടലിലെ മുഴുവൻ ജീവനക്കാരും വരിവരിയായി നിന്ന് ബഹുമാനിക്കാറുള്ളതാണ്. ആര്യൻ വണ്ടിയിൽ നിന്നിറങ്ങി ഹോട്ടലിലേക്ക് നടക്കുമ്പോഴാണ് സെക്യൂരിറ്റിക്കാർ രണ്ടുപേരെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് ആരതിയുടെ മുഖം കണ്ടതും ആര്യൻ അമ്പരന്നു പോയി. അവന്റെ കാൽ ചുവടുകൾ ഇടറി. കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ഫയലുകൾ നിലത്തു വീണു. നിർത്തൂ! ആര്യൻ തന്റെ സർവ്വശക്തിയും എടുത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവന്റെ ശബ്ദം കേട്ട് സെക്യൂരിറ്റിക്കാർ പെട്ടെന്ന്
മരവിച്ചുപോയി. അവർ ആരതിയുടെ കയ്യിലെ പിടുത്തം വിട്ടു. ആര്യൻ ഒട്ടും സമയം കളയാതെ ഓടി വന്ന് ആരതിയുടെയും അവളുടെ അച്ഛന്റെയും മുന്നിൽ നിന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് നിയന്ത്രണമില്ലാതെ കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവൻ യാതൊരു മടിയും കൂടാതെ അവിടെയുണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കെ ആ വൃദ്ധന്റെയും ആരതിയുടെയും കാൽക്കൽ വീണ് കരഞ്ഞു. ആ രംഗം കണ്ട ഹോട്ടൽ മാനേജറുടെയും ജീവനക്കാരുടെയും ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരനും അഹങ്കാരിയുമായ ആര്യൻ സിംഗാനിയ അഴുക്കുപുരണ്ട വസ്ത്രം ധരിച്ച രണ്ട് യാചകരെ പോലെയുള്ള മനുഷ്യരുടെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കുന്നു. മാനേജർ ഭയത്തോടെ മുന്നോട്ട് വന്നു ചോദിച്ചു, സർ, ആര്യൻ സർ, നിങ്ങൾ എന്തിനാണ് ഈ തെരുവ് മനുഷ്യർക്ക് വേണ്ടി കരയുന്നത്? ഇവർ വെറും പിച്ചക്കാരാണ് സർ. നമ്മുടെ ഹോട്ടലിന്റെ അന്തരീക്ഷം നശിപ്പിക്കാൻ വന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ പുറത്താക്കാൻ ശ്രമിച്ചത്. ഇതിൽ അങ്ങക്ക് എന്താ ഇത്ര വിഷമം? ദയവായി എഴുന്നേൽക്കൂ സർ. മാനേജറുടെ ചോദ്യം കേട്ടതും ആര്യം ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് മാനേജറുടെ മുഖത്തടിച്ചു. ആ അടിയിൽ മാനേജർ തെറിച്ചു വീണു. ആര്യൻ ആക്രോശിച്ചു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവരെ അപമാനിക്കാൻ? നിനക്കറിയാമോ ഇവർ ആരാണെന്ന്? നിന്റെ കാര്യം പോട്ടെ, ഇവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. എന്റെ ശരീരത്തിലെ ഈ ഓരോ ശ്വാസവും ഇവർ തന്ന ഭിക്ഷയാണ്. ആര്യന്റെ വാക്കുകൾ കേട്ട് ഹോട്ടൽ ജീവനക്കാർ പരസ്പരം നോക്കി. അവർക്കൊന്നും മനസ്സിലായില്ല. ആര്യൻ സർ സാധാരണയായി ആർക്കും ഇത്രയധികം ബഹുമാനം കൊടുക്കാറില്ല. എല്ലാവരോടും ഗൗരവത്തിൽ മാത്രം സംസാരിക്കുന്ന അദ്ദേഹം ഈ മനുഷ്യരുടെ മുന്നിൽ പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. ആരതിയുടെ അച്ഛൻ ആര്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മാനേജർ തന്റെ കവിളിൽ കൈവച്ചുകൊണ്ട് ഭയത്തോടെ ചോദിച്ചു, സർ, എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഇവർ ആരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഞങ്ങൾ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആര്യൻ ആരതിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പഴയ സ്വഭാവത്തിന്റെ തിളക്കം ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആര്യൻ ഓർമ്മകളിലേക്ക് വഴിമാറി. അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. കഥ അവിടെ നിന്നും കൃത്യം 2 വർഷം പുറകോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. കോളേജ് കാലഘട്ടത്തിലെ ആ മനോഹരമായ ദിവസങ്ങളിലേക്ക്, അവരുടെ ആദ്യ കൂടിക്കാഴ്ചയിലേക്ക്. ആ നഗരത്തിലെ ഒരു സാധാരണ സർക്കാർ കോളേജായിരുന്നു ആരതി പഠിച്ചിരുന്നത്. അവൾ രൂപത്തിലും സ്വഭാവത്തിലും അതിസുന്ദരിയായിരുന്നുവെങ്കിലും ആഡംബരങ്ങളിലോ പ്രശസ്തിയിലോ അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. അവളുടെ ഒരേ ഒരു ലക്ഷ്യം പഠിച്ച് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥയാകുക, ഒരു IPS ഓഫീസർ ആകുക എന്നത് മാത്രമായിരുന്നു. അവളുടെ അച്ഛൻ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നുവെങ്കിലും മകളുടെ വലിയ സ്വപ്നങ്ങൾക്ക് അദ്ദേഹം തന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പൂർണ്ണ പിന്തുണ നൽകി. കോളേജിലെ എത്രയോ പണക്കാരായ ചെറുപ്പക്കാർ ആരതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളുടെ പുറകെ നടന്നിരുന്നുവെങ്കിലും അവൾ തന്റെ പഠനത്തിലും അച്ഛന്റെ ആത്മാഭിമാനത്തിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒരു ദിവസം കോളേജിൽ പ്രത്യേക ക്ലാസുകൾ ഉണ്ടായിരുന്നതിനാൽ ആരതിക്ക് വീട്ടിൽ പോകാൻ വളരെ വൈകി. സമയം രാത്രി 9 മണി കഴിഞ്ഞിരുന്നു. കോളേജിലെ മറ്റെല്ലാ വിദ്യാർത്ഥികളും ജീവനക്കാരും പോയിരുന്നു. കോളേജിൽ നിന്നും പ്രധാന റോഡിലേക്കുള്ള വഴി വളരെ വിജനവും ഇരുട്ട് നിറഞ്ഞതുമായിരുന്നു. ചുറ്റും തെരുവ് വിളക്കുകൾ പോലും കൃത്യമായി കത്താത്ത ഒരവസ്ഥ. ആരതി ഭയത്തോടെ തന്റെ പുസ്തകങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ വിജനമായ പാതയിൽ 3 ഗുണ്ടകൾ പ്രത്യക്ഷപ്പെട്ടത്. അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് അവരുടെ നടത്തത്തിൽ നിന്നും വ്യക്തമായി. അവർ 3 പേരും ആരതിയുടെ വഴി തടഞ്ഞു നിന്നു. ഒരു ഗുണ്ട പരിഹാസത്തോടെയും കാമപ്രാന്തോടെയും പറഞ്ഞു, അല്ല, ഇത്രയും വൈകിയ വേളയിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ഈ ഇരുട്ടത്ത് തനിച്ചാണല്ലോ. ഇന്ന് ഞങ്ങളുടെ ഭാഗ്യം വളരെ നന്നായിരിക്കുന്നു എന്ന് തോന്നുന്നു. എങ്ങോട്ടാണ് ഇത്ര വേഗത്തിൽ പോകുന്നത് സുന്ദരി? ആരതി ഉള്ളിൽ ഭയന്നെങ്കിലും ധൈര്യം സംഭരിച്ച് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എന്നോടിങ്ങനെ സംസാരിക്കാൻ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു? എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും. എന്നാൽ അവർ അവളെ വിടാൻ തയ്യാറായില്ല. അവർ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് അവളുടെ കൈകളിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ആരതി ഭയന്നുപോയി. അവൾ സർവ്വശക്തിയുമെടുത്ത് ഉറക്കെ നിലവിളിച്ചു, എന്നെ വിടൂ, ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ. അവളുടെ നിലവിളി കേട്ട് പെട്ടെന്ന് ആ ഇരുട്ടിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് ഓടി വന്നു. അതാര്യനായിരുന്നു. അവൻ വന്ന് യാതൊരു ഭയവുമില്ലാതെ ആ ഗുണ്ടകളെ നേരിട്ടു. വലിയൊരു പോരാട്ടത്തിനൊടുവിൽ അവൻ ആ 3 ഗുണ്ടകളെയും അവിടെ നിന്ന് അടിച്ചു തകർത്ത് ഓടിച്ചു. പോരാട്ടത്തിനിടയിൽ ആര്യന്റെ കയ്യിൽ ചെറിയൊരു പരിക്കും പറ്റിയിരുന്നു. ആരതി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് പേടിയോടെ നോക്കി നിൽക്കുകയായിരുന്നു. ആര്യൻ അവളുടെ അരികിൽ വന്ന് ആശ്വാസത്തോടെ ചോദിച്ചു, താൻ ഓക്കെ അല്ലേ? അവർ ഒന്നും ചെയ്തില്ലല്ലോ, പേടിക്കേണ്ട, അവർ ഓടിപ്പോയി. ആരതിക്ക് ശ്വാസം നേരെ വീണു. അവൾ മെല്ലെ പറഞ്ഞു, ഞാൻ ഓക്കെയാണ്. നിങ്ങൾ എനിക്ക് ചെയ്ത ഈ വലിയ സഹായത്തിന് ഒരുപാട് നന്ദി. ഇന്ന് നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്റെ പേര് ആരതി.
ആര്യൻ തന്റെ കയ്യിലെ ചോര തുടച്ചുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ ആര്യൻ. ആരതി വിചാരിച്ചത് ആര്യൻ തന്റെ കോളേജിൽ പഠിക്കുന്ന തന്നെ പോലെ ഒരു സാധാരണ കുടുംബത്തിലെ പാവം ചെറുപ്പക്കാരനാണെന്നാണ്. കാരണം അവന്റെ വസ്ത്രങ്ങളും പെരുമാറ്റവും അത്രമേൽ ലളിതമായിരുന്നു. എന്നാൽ ആര്യൻ യഥാർത്ഥത്തിൽ ആരാണെന്നോ അവന്റെ കോടീശ്വരനായ അച്ഛന്റെ പശ്ചാത്തലം എന്താണെന്നോ ഉള്ള കാര്യം ആരതിക്കൊട്ടും അറിയില്ലായിരുന്നു. ആ ഒരൊറ്റ രാത്രിയിലെ അപ്രതീക്ഷിത കൂടിക്കാഴ്ച അവരുടെ രണ്ടുപേരുടെയും ഹൃദയങ്ങളിൽ പ്രണയത്തിന്റെ ആദ്യ കിരണങ്ങൾ വിരിയിക്കുകയായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്കു ശേഷം ആര്യന്റെ മനസ്സ് പൂർണ്ണമായും ആരതിയിൽ ലയിച്ചു പോയിരുന്നു. അവളുടെ നിഷ്കളങ്കമായ കണ്ണുകളും ധീരമായ സ്വഭാവവും അവന്റെ ഉറക്കം കെടുത്തി. അവൻ തന്റെ വലിയ കൊട്ടാരം പോലുള്ള വീട്ടിലെത്തി അച്ഛനോട് പറഞ്ഞു, പപ്പ, എനിക്ക് ഈ നഗരത്തിലെ ആ വലിയ ലക്ഷറി പ്രൈവറ്റ് കോളേജിലെ പഠനം ഇനി വേണ്ട. എനിക്ക് ആരതി, അതായത് ആ സർക്കാർ കോളേജിൽ അഡ്മിഷൻ എടുത്തു തരണം. ഞാൻ നാളെ മുതൽ അവിടെയാണ് പഠിക്കാൻ പോകുന്നത്. ആര്യന്റെ അച്ഛൻ മിസ്റ്റർ സിംഗാനിയ ദേഷ്യം കൊണ്ട് വിറച്ചു. എന്ത് വിഡ്ഢിത്തരമാണ് ആര്യ നീ പറയുന്നത്? നീ ഞങ്ങളുടെ ഏക അവകാശിയാണ്, കോടികളുടെ സ്വത്തിന്റെ ഏക അവകാശി. നീ എന്തിനാണ് ആ സാധാരണക്കാര് പഠിക്കുന്ന ആ ഒരു സർക്കാർ കോളേജിൽ പോകുന്നത്? നിന്റെ പദവിക്ക് അത് ചേർന്നതാണോ? വളരെയധികം സമയത്തെ തർക്കങ്ങൾക്കൊടുവിൽ ആര്യന്റെ കടുത്ത ശാഠ്യത്തിനു മുന്നിൽ അച്ഛന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ അടുത്ത ദിവസം ആര്യൻ ആ സർക്കാർ കോളേജിലെത്തി. ആര്യനെ അവിടെ കണ്ട ആരതി അത്ഭുതപ്പെട്ടു പോയി. അവൾ പുസ്തകങ്ങൾ നെഞ്ചോട് ചേർത്ത് ചോദിച്ചു, ആര്യ, നീ ഇവിടെയോ? നീ ശരിക്കും ഈ സാധാരണ കോളേജിൽ അഡ്മിഷൻ എടുത്തോ? നീ എന്തിനാണ് നിന്റെ വലിയ പഠനം ഉപേക്ഷിച്ച് ഇവിടെ വന്നത്? ആര്യൻ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകി, അതേ ആരതി, ഇവിടെ നിന്നെ പോലെ ഒരു നല്ല സുഹൃത്തുള്ളപ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് മറ്റൊരിടത്തേക്ക് പോകുന്നത്? നിന്റെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ കൂടിക്കാഴ്ചകൾ വർദ്ധിച്ചു. കോളേജ് പഠനത്തോടൊപ്പം തന്നെ അവരുടെ ഹൃദയങ്ങളും പരസ്പരം അടുത്തുകൊണ്ടിരുന്നു. ആരതി അപ്പോഴും വിചാരിച്ചിരുന്നത് ആര്യൻ ഒരു സാധാരണ പാവം കുടുംബത്തിലെ ചെറുപ്പക്കാരനാണെന്നാണ്. അവൻ തന്റെ വലിയ കാറുകളെല്ലാം വീട്ടിൽ ഉപേക്ഷിച്ച് ഒരു സാധാരണ സൈക്കിളിലും ബസ്സിലുമായിരുന്നു കോളേജിൽ വന്നിരുന്നത്. ആര്യനാകട്ടെ ആരതിയുടെ ലാളിത്യത്തിലും അവളുടെ സ്വഭാവ മഹിമയിലും തന്റെ ഹൃദയം പൂർണ്ണമായും അർപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഒരു ദിവസം കോളേജ് ക്യാമ്പസിലെ ബെഞ്ചിലിരിക്കുമ്പോൾ ആര്യൻ കൗതുകത്തോടെ ചോദിച്ചു, ആരതി, നീ എപ്പോഴും ഈ വലിയ പുസ്തകങ്ങളിൽ തന്നെ മുഴുകിയിരിക്കുകയാണല്ലോ. എന്താണ് നിന്റെ ജീവിതത്തിലെ യഥാർത്ഥ സ്വപ്നം? നിനക്ക് എന്തായി തീരാനാണ് ആഗ്രഹം? ആരതി ലക്ഷ്യബോധത്തോടെയും ആത്മവിശ്വാസത്തോടെയും മറുപടി നൽകി, ആര്യ, എനിക്ക് നന്നായി പഠിച്ച് ഒരു ദിവസം ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥയാകണം, ഒരു കളക്ടർ ആകണം. ഞാൻ ഈ തെരുവിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെയും അധ്വാനം ചെയ്യുന്ന തൊഴിലാളികളെയും കാണുമ്പോൾ എന്റെ ഹൃദയം തകരും. അധികാരമുള്ളവർ അവരെ ചൂഷണം ചെയ്യുകയാണ്. എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അവർക്ക് നീതി ഉറപ്പാക്കണം. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പണം എന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. ആരതിയുടെ വാക്കുകൾ കേട്ട് ആര്യന്റെ കണ്ണുകളിൽ ബഹുമാനം നിറഞ്ഞു. അവൻ അവളുടെ കൈകളിൽ പതുക്കെ തൊട്ടുകൊണ്ട് പറഞ്ഞു, ആരതി, നിന്റെ ഹൃദയം വളരെ ശുദ്ധമാണ്. നിന്റെ നിഷ്കളങ്കത തന്നെയാണ് എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവർ പരസ്പരം നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയായിരുന്നു. ഭാവിയിലെ മനോഹരമായ ജീവിതത്തെക്കുറിച്ച് അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. എന്നാൽ ആ പുഞ്ചിരികൾക്കും സന്തോഷങ്ങൾക്കും അധികം ആയുസില്ലെന്ന് ആ പാവം പ്രണയിതാക്കൾ അറിഞ്ഞില്ല. വിധി അവർക്കായി വലിയൊരു ദുരിതമാണ് കാത്തുവെച്ചിരുന്നത്. സംസാരത്തിനിടയിൽ ആരതി എഴുന്നേറ്റ് പറഞ്ഞു, ആര്യ, നീ ഇവിടെ തന്നെ ഇരിക്കൂ. ഞാൻ ആ റോഡിന്റെ മറുഭാഗത്തു നിന്ന് നമുക്ക് കഴിക്കാൻ തണുത്ത ഐസ്ക്രീം വാങ്ങി ഇപ്പോൾ തന്നെ വരാം. ആര്യൻ പറഞ്ഞു, ശരി ആരതി, ഞാൻ ഇവിടെ തന്നെ നിന്നെയും കാത്തു നിൽക്കാം. വേഗം വരണേ. ആരതി ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ആ വലിയ റോഡിന്റെ മറുഭാഗത്തേക്ക് നടന്നുപോയ ആ കൃത്യസമയത്താണ് വലിയൊരു ദുരന്തം അവിടെ സംഭവിച്ചത്. അന്തരീക്ഷമാകെ കീറി മുറിച്ചുകൊണ്ട് അതിവേഗത്തിൽ പാഞ്ഞു വന്ന ഒരു വണ്ടി റോഡരികിൽ നിന്നിരുന്ന ആര്യനെ വന്ന് ഇടിച്ചു. വലിയൊരു ശബ്ദത്തോടെ ആര്യൻ വായുവിൽ ഉയർന്ന ദൂരത്തേക്ക് തെറിച്ചു വീണു. അവന്റെ തല റോഡിന്റെ വക്കിലിടിച്ച് ചോര ഒഴുകാൻ തുടങ്ങി. ആളുകൾ ഭയത്തോടെ നിലവിളിച്ചു. ശബ്ദം കേട്ട് റോഡിന് മറുപുറത്തു നിന്നും ഓടി വന്ന ആരതി കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ടവനെയാണ്. അവളുടെ കൈകളിൽ ഇരുന്ന ഐസ്ക്രീമുകൾ നിലത്തു വീണു. അവൾ സർവ്വശക്തിയും എടുത്ത് ഓടി വന്ന് ആര്യന്റെ തല തന്റെ മടിയിൽ വെച്ചു. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു, ആര്യ, ആര്യ, ഒന്ന് കണ്ണു തുറക്ക്. എന്നോട് സംസാരിക്കൂ ആര്യ. നിനക്കൊന്നും സംഭവിക്കില്ല. പ്ലീസ്, എന്നെ ഒറ്റക്കാക്കി പോകല്ലേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. എന്റെ ആര്യനെ ഒന്ന് രക്ഷിക്കാൻ സഹായിക്കണേ. ചുറ്റും ആളുകൾ കൂടി കൂടി വന്നെങ്കിലും ആരും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. ആരതി കരഞ്ഞുകൊണ്ട് തന്റെ അച്ഛനെ ഫോണിൽ വിളിക്കുകയും ഒടുവിൽ ഒരു ഓട്ടോറിക്ഷയിൽ ആര്യനെ കയറ്റി അടുത്തുള്ള ഒരു സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രിയുടെ ചുവന്ന വെളിച്ചം കത്തുന്ന ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ആരതിയും അവളുടെ അച്ഛനും നെഞ്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആരതിയുടെ വസ്ത്രങ്ങളെല്ലാം ആര്യന്റെ ചോരയാൽ ചുവപ്പായി മാറിയിരുന്നു. അവൾ
തന്റെ അച്ഛന്റെ കൈകളിൽ മുറുകെ പിടിച്ച് കെഞ്ചി പറഞ്ഞു, അച്ഛാ, ആരിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവനൊന്നും സംഭവിക്കരുത് അച്ഛാ. അവനില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കൂ അച്ഛാ. അച്ഛൻ മകളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. മോളെ, നീ ധൈര്യമായിരിക്കൂ. അവനൊന്നും സംഭവിക്കില്ല. ദൈവത്തിൽ വിശ്വസിക്കൂ. ഡോക്ടർമാർ അവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ കവാടം തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് കടുത്ത ആശങ്കയും നിരാശയും ഉണ്ടായിരുന്നു. അച്ഛൻ പെട്ടെന്ന് മുന്നോട്ട് ചെന്ന് ചോദിച്ചു, ഡോക്ടർ സാർ, എന്തായി? അവന് സുഖമല്ലേ? ദയവായി എന്തെങ്കിലും പറയൂ. ഡോക്ടർ തന്റെ ഗ്ലാസുകൾ ഊരി മാറ്റിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു, നോക്കൂ, അയാളുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. അപകടത്തിന്റെ ആഘാതത്തിൽ അയാളുടെ അവയവങ്ങൾക്ക് വലിയ പരിക്കേറ്റിട്ടുണ്ട്. അതിലുപരി അയാളുടെ 2 വൃക്കകളും പൂർണ്ണമായും തകരാറിലായിരിക്കുന്നു. അയാളുടെ ജീവൻ രക്ഷിക്കാൻ ഇനി ഒരേ ഒരു മാർഗം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എത്രയും പെട്ടെന്ന് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തണം. അതായത് ആരെങ്കിലും ഒരാൾ ഒരു വൃക്ക ദാനം ചെയ്യാൻ അടിയന്തരമായി തയ്യാറാകണം. ഡോക്ടർ ഒരു നിമിഷം നിർത്തിയ ശേഷം വീണ്ടും പറഞ്ഞു, അത് മാത്രമല്ല, ഈ വലിയ ഓപ്പറേഷനും തുടർന്നുണ്ടാകുന്ന അടിയന്തര ചികിത്സക്കും ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരും. പണത്തിന്റെ ക്രമീകരണം ഉടനടി ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കയ്യിൽ സമയമില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. പണം അടച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് തുടർ ചികിത്സ സാധ്യമാകില്ല. ഡോക്ടറുടെ ഈ വാക്കുകൾ കേട്ട് ആരതിയുടെയും അവളുടെ അച്ഛന്റെയും ലോകം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി. ലക്ഷക്കണക്കിന് രൂപ എവിടെ നിന്ന് ഉണ്ടാക്കും? ആരവന് കിഡ്നി നൽകും? ആരതിയുടെ മനസ്സ് പൂർണ്ണമായും ശൂന്യമായി. ഭയം അവളെ വിഴുങ്ങി. എന്നാൽ അടുത്ത നിമിഷം അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് വലിയൊരു തീരുമാനമെടുത്തു. അവൾ ഡോക്ടറുടെ മുന്നിൽ ചെന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഡോക്ടർ സാർ, എന്റെ ഒരു വൃക്ക നൽകിയാൽ ആരിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്റെ കിഡ്നി നൽകാൻ തയ്യാറാണ്. ഇപ്പോൾ തന്നെ എന്നെ പരിശോധിച്ചോളൂ. എന്റെ കിഡ്നി അവന് ചേരുമോ എന്ന് നോക്കൂ. മകളുടെ ഈ വാക്ക് കേട്ട് അച്ഛൻ ഞെട്ടിപ്പോയി. അദ്ദേഹം അവളുടെ കൈകളിൽ പിടിച്ച് കരഞ്ഞു പറഞ്ഞു, വേണ്ട മോളെ, നീ അങ്ങനെ ചെയ്യരുത്. നാളെയാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷ. നീ രാപ്പകലില്ലാതെ അധ്വാനം ചെയ്ത് ഒരു കളക്ടർ ആകാൻ വേണ്ടിയാണ്. ഇന്ന് നിന്റെ ശരീരം കീറി മുറിച്ചാൽ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ സ്വപ്നങ്ങളെല്ലാം അപൂർണമായി അവശേഷിക്കും മോളെ. നീ ഇത് ചെയ്യരുത്. ആരതി തന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി കണ്ണീരോടെ പറഞ്ഞു, അച്ഛാ, എന്റെ ആര്യൻ ജീവനോടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കളക്ടർ വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അവനാണ് എന്റെ ലോകം. അവനില്ലാത്ത ഒരു ജീവിതം എനിക്കില്ല അച്ഛാ. ദയവായി എന്നെ തടയരുത്. അവളുടെ ആ വാക്കുകൾക്ക് മുന്നിൽ അച്ഛന് മറുപടിയില്ലായിരുന്നു. വിധി അവരെ വലിയൊരു ത്യാഗത്തിലേക്ക് നയിക്കുകയായിരുന്നു. ആരതി തന്റെ ഒരു വൃക്ക ആരിന് നൽകാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറായെങ്കിലും ഡോക്ടർ വീണ്ടും ഒരു വലിയ പ്രതിബന്ധം അവരുടെ മുന്നിലേക്ക് വെച്ചു. നിങ്ങൾ കിഡ്നി നൽകാൻ തയ്യാറാണ് എന്നത് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷെ ഈ വലിയ ഓപ്പറേഷനും അതിനുശേഷമുള്ള അത്യാധുനിക മരുന്നുകൾക്കുമായി വലിയൊരു തുക ഇപ്പോൾ തന്നെ ഹോസ്പിറ്റൽ കൗണ്ടറിൽ അടയ്ക്കേണ്ടതുണ്ട്. പണം കെട്ടിവെക്കാതെ ഞങ്ങൾക്ക് ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ തുറക്കാനോ സർജറി ആരംഭിക്കാനോ നിയമപരമായി കഴിയില്ല. ആശുപത്രിയുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആര്യൻ മരണത്തോട് പൊരുതുമ്പോൾ ആ പാവം അച്ഛൻ മകളുടെ പ്രണയത്തെയും ആര്യന്റെ ജീവനെയും രക്ഷിക്കാൻ വേണ്ടി തന്റെ ജീവിത സമ്പാദ്യം മുഴുവൻ പണയം വെക്കാൻ തെരുവിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അദ്ദേഹം നഗരത്തിലെ ഒരു വലിയ പണക്കാരന്റെയും ചിട്ടിക്കമ്പനിയുടെയും അടുക്കൽ ചെന്ന് കൈകൾ കൂപ്പി കണ്ണീരൊഴുക്കി പറഞ്ഞു, സർ, എന്റെ തല ചായ്ക്കാനുള്ള ഈ ഒരേയൊരു വീടിന്റെ ആധാരമാണിത്. ഇത് നിങ്ങൾ എടുത്തോളൂ. എനിക്കിപ്പോൾ പണം വേണം. എന്റെ മകളുടെ ജീവനാണ് അവിടെ ICUവിൽ കിടക്കുന്നത്. ദയവായി എന്നെ സഹായിക്കൂ. നാളെ ഞാൻ പണം തന്നോളാം. അങ്ങനെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ പാവ മനുഷ്യൻ തങ്ങൾ ഇത്രയും കാലം ജീവിച്ചിരുന്ന ഒരേയൊരു കൊച്ചു വീട് വളരെ കുറഞ്ഞ വിലക്ക് വിറ്റു. എന്നാൽ വീട് വിറ്റിട്ടും ഓപ്പറേഷൻ ആവശ്യമായ മുഴുവൻ തുക തികയുന്നുണ്ടായിരുന്നില്ല. ഇനിയും 1,00,000-ലധികം രൂപ ആവശ്യമായിരുന്നു. അച്ഛൻ നിരാശയോടെയും സങ്കടത്തോടെയും ആശുപത്രിയിൽ തിരിച്ചെത്തി തലയിൽ കൈവച്ചിരുന്നു. അച്ഛന്റെ അവസ്ഥ കണ്ട ആരതി ഒട്ടും മടിച്ചില്ല. അവൾ തന്റെ കഴുത്തിലുണ്ടായിരുന്ന പഴയൊരു മാല പതുക്കെ അഴിച്ചെടുത്തു. അത് അവളുടെ അച്ഛന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു, അച്ഛാ, ഇത് അമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തന്ന അവസാനത്തെ ഓർമ്മയാണ്. ഇത് വിറ്റാൽ നമുക്ക് ബാക്കി തുക കൂടി ലഭിക്കും. അമ്മയുടെ ഓർമ്മകളേക്കാൾ വലുതാണ് ഇപ്പോൾ ആര്യന്റെ ഓരോ ശ്വാസവും. അച്ഛൻ ഒട്ടും സമയം കളയാതെ അതും കൂടി വിറ്റ് പണം കണ്ടെത്തി. മകളുടെ ഈ വലിയ മനസ്സ് കണ്ട് അച്ഛൻ നെഞ്ചു പൊട്ടി കരഞ്ഞുപോയി. ആരതി തന്റെ ജീവിതത്തിലെ സർവസ്വവും ആര്യന്റെ ജീവന് വേണ്ടി ത്യാഗം ചെയ്യുകയായിരുന്നു. അച്ഛന്റെ തല ചായ്ക്കാൻ ഉണ്ടായിരുന്ന ഏക വീട്, അന്തരിച്ച അമ്മയുടെ അവസാനത്തെ സ്വർണ്ണാഭരണം, വർഷങ്ങളായി താൻ ഉറക്കമൊഴിച്ചിരുന്ന് കണ്ടിരുന്ന കളക്ടർ എന്ന വലിയ സ്വപ്നം, എല്ലാം അവൾ ആര്യന്റെ ജീവന് മുന്നിൽ സമർപ്പിച്ചു. പണം പൂർണ്ണമായും അടിച്ചതിനു ശേഷം ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഡോക്ടർമാർ കഠിനമായ ശസ്ത്രക്രിയ ആരംഭിച്ചു. പുറത്ത് അച്ഛനും മകളും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. മണിക്കൂറുകൾക്ക് നീണ്ട വലിയൊരു പോരാട്ടത്തിനൊടുവിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുകളിലെ ചുവപ്പ് വിളക്ക് അണഞ്ഞു. ഡോക്ടർ പുറത്തേക്ക് വന്ന് മുഖത്തെ മാസ്ക് മാറ്റി പുഞ്ചിരിയോടെ പറഞ്ഞു, ഓപ്പറേഷൻ പൂർണ്ണമായും വിജയകരമായിരുന്നു.
കഴിഞ്ഞിരുന്നു. ആരതിയുടെ കിഡ്നി ആര്യന്റെ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞു. രണ്ടുപേരും ഇപ്പോൾ വലിയ അപകടാവസ്ഥ തരണം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയൂ. ആരതിയുടെയും അച്ഛന്റെയും മുഖത്ത് ആദ്യമായി ആശ്വാസത്തിന്റെ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ ആ സന്തോഷത്തിന് മിനിറ്റുകളുടെ ആയുസ് മാത്രമേ വിധി നൽകിയിരുന്നുള്ളൂ. ആശുപത്രിയുടെ വലിയ വാതിലിലേക്ക് മറ്റൊരു ക്രൂരമായ കൊടുങ്കാറ്റ് വരികയായിരുന്നു. ആര്യന്റെ കോടീശ്വരനായ അച്ഛൻ മിസ്റ്റർ സിംഗാനിയെയും അമ്മയും വലിയൊരു സുരക്ഷാ സന്നാഹത്തോടെയും ബോഡി ഗാർഡ്സിനോടും ഒപ്പം ആശുപത്രിയിലേക്ക് ഇടിച്ചു കയറി വന്നു. ആര്യന്റെ അമ്മ വന്ന് ആരതിയെയും അച്ഛനെയും ദേഷ്യത്തോടെ നോക്കി നിലവിളിച്ചു. എന്റെ മകൻ എവിടെ? നിങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട തെരുവു മനുഷ്യർ കാരണമാണ് എന്റെ മകൻ ഇന്നീ ചെറിയ സാധാരണ സർക്കാർ ആശുപത്രിയിൽ ചോരയൊലിപ്പിച്ച് കിടക്കേണ്ടി വന്നത്. അച്ഛൻ സിംഗാനിയ തന്റെ ജീവനക്കാരോട് അഹങ്കാരത്തോടെ പറഞ്ഞു. ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് പണം വലിച്ചെറിഞ്ഞു കൊടുക്ക്. എന്റെ മകനെ ഇപ്പോൾ തന്നെ ഡൽഹിയിലെ നമ്മുടെ സ്വന്തം അത്യാധുനിക മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കുക. ആരതിയുടെ അച്ഛൻ മുന്നോട്ട് വന്ന് കൈകൂപ്പി പറഞ്ഞു. സർ, ഒരു മിനിറ്റ് നിൽക്കൂ. മുഴുവൻ കാര്യങ്ങളും ഒന്ന് കേൾക്കൂ. എന്റെ മകളാണ് അവന് കിഡ്നി നൽകിയത്. എന്നാൽ സിംഗാനിയ ആ പാവം മനുഷ്യന്റെ ഒരു വാക്ക് പോലും കേൾക്കാൻ തയ്യാറായില്ല. ബോധരഹിതനായി കിടന്നിരുന്ന ആര്യനെ അവർ അവിടെ നിന്നും ബലമായി ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. വിധി അവരെ പൂർണ്ണമായും തനിച്ചാക്കി. ശരീരത്തിൽ വലിയൊരു ശസ്ത്രക്രിയ കഴിഞ്ഞതിന്റെ കഠിനമായ വേദനയോടെയാണ് ആരതിക്ക് ബോധം തിരികെ വന്നത്. കണ്ണു തുറന്നതും അവൾ ചുറ്റും നോക്കി. ആര്യന്റെ മുഖം കാണാത്തതുകൊണ്ട് അവൾ പരിഭ്രാന്തിയോടെ തന്റെ അരികിലിരുന്ന അച്ഛന്റെ കയ്യിൽ പിടിച്ചു. അവൾ ചോദിച്ചു, അച്ഛ, ആര്യൻ എവിടെ? അവന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ? അവൻ സുഖമായിരിക്കുന്നോ? എന്നെ അവന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകൂ അച്ഛ. അച്ഛൻ മകളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ തല താഴ്ത്തി നിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുകി. അദ്ദേഹം വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മോളെ, ആര്യന് സുഖമായിരിക്കുന്നു. പക്ഷെ അവനെ അവന്റെ മാതാപിതാക്കൾ വന്ന് കൊണ്ടുപോയി മോളെ. അവർ വലിയ കോടീശ്വരന്മാരാണ്. ഈ ചെറിയ ആശുപത്രിയിൽ നിന്നും അവർ അവനെ ഡൽഹിയിലേക്കാണ് കൊണ്ടുപോയത്. ഞാൻ അവരോട് മുഴുവൻ സത്യങ്ങൾ പറയാൻ ശ്രമിച്ചു. നിന്റെ ത്യാഗത്തെക്കുറിച്ച് പറയാൻ നോക്കി. പക്ഷെ ആ പണക്കാർ നമ്മുടെ വാക്കുകൾ കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. നമ്മളെ ആട്ടി ഓടിക്കുകയാണ് അവർ ചെയ്തത്. അച്ഛൻ കൂടുതൽ ഉറക്കെ കരഞ്ഞുകൊണ്ട് തുടർന്നു. അത്രമാത്രമല്ല മോളെ, ആര്യനെ രക്ഷിക്കാനുള്ള പണത്തിനായി നമ്മൾ നമ്മുടെ ഒരേ ഒരു വീട് വിറ്റു. നിന്റെ അമ്മയുടെ അവസാനത്തെ ഓർമ്മയായ ആഭരണങ്ങളും നമ്മൾ വിറ്റ് തീർത്തു. ഇന്ന് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ കാരണം നിനക്ക് ആ പരീക്ഷ എഴുതാൻ പോലും കഴിഞ്ഞില്ല. നമ്മുടെ കയ്യിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല മോളെ. നമ്മൾ പൂർണ്ണമായും തെരുവിലായി. അച്ഛന്റെ വാക്കുകൾ കേട്ട് ആരതിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകാൻ പോലും കഴിയാതെ അവൾ തളർന്നു പോയിരുന്നു. ഒരു വശത്ത് സ്വന്തം ശരീരം മുറിച്ചു നൽകിയതിന്റെ വേദന, മറുവശത്ത് സർവസ്വവും നഷ്ടപ്പെട്ട് തെരുവിലേക്ക് തള്ളപ്പെട്ട അവസ്ഥ. ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞയുടൻ അവർക്ക് അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു. തല ചായ്ക്കാൻ ഒരിടമില്ലാതെ അഴുക്കുപുരണ്ട വസ്ത്രങ്ങളുമായി ആ അച്ഛനും മകളും വഴിയരികിൽ ഇരുന്നു. ആ സമയം ആ വഴി കടന്നുപോയ ചില നാട്ടുകാരും അയൽക്കാരും അവരെ കണ്ട് സഹതാപത്തിന് പകരം പരിഹസിക്കാൻ തുടങ്ങി. ഒരയൽക്കാരൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ, വലിയ പണക്കാരനായ ഒരു പയ്യനെ പ്രണയിച്ചതിന്റെ അവസ്ഥ. സ്വന്തം വീടും നഷ്ടപ്പെടുത്തി, അമ്മയുടെ അവസാനത്തെ ആഭരണങ്ങളും വിറ്റ് കളഞ്ഞു. ഒടുവിൽ ആ പണക്കാരൻ പയ്യൻ ഇവളെ ഇവിടെ തെരുവിൽ ഉപേക്ഷിച്ച് അവന്റെ വലിയ ലോകത്തേക്ക് പോയി. പണക്കാർക്ക് പാവപ്പെട്ടവർ വെറും ഒരു കളിപ്പാവം മാത്രമാണ് എന്ന് ഇനിയെങ്കിലും ഈ പെൺകുട്ടി മനസ്സിലാക്കട്ടെ. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? തെരുവിൽ ഭിക്ഷക്കാരെ പോലെ ഇരിക്കേണ്ടി വന്നില്ലേ? മറ്റുള്ളവരുടെ ഈ ക്രൂരമായ പരിഹാസ വാക്കുകൾ കേട്ടിട്ടും ആരതി ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഇന്നലെ വരെ കണ്ണുകളിൽ ഒരു രാജ്യത്തെ വലിയ ഉദ്യോഗസ്ഥയാകണം എന്ന സ്വപ്നം ഉണ്ടായിരുന്ന ആ കണ്ണുകളിൽ നിന്ന് ആര്യൻ സുഖമായിരിക്കണം എന്ന പ്രാർത്ഥനയും അവന് വേണ്ടിയുള്ള കാത്തിരിപ്പും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ തന്റെ അച്ഛന്റെ തോളിൽ തലവെച്ച് ആശ്വസിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. 2 വർഷങ്ങൾ നീണ്ട ഒരു വലിയ കാലയളവ് തന്നെ കഴിഞ്ഞുപോയി. ഈ 2 വർഷത്തിനിടയിൽ ഡൽഹിയിലെ വലിയ ചികിത്സയ്ക്ക് ശേഷം ആര്യന്റെ ആരോഗ്യം പൂർണ്ണമായും തിരിച്ചെടുക്കപ്പെട്ടു. ബോധം വന്ന നാൾ മുതൽ അവൻ തന്റെ മാതാപിതാക്കളോട് ആരതിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ അവളോട് ചെയ്ത ക്രൂരത മറച്ചുവെച്ചുകൊണ്ട് അവൾ പണവും വാങ്ങി എങ്ങോട്ടോ പോയി എന്നാണ് ആര്യനോട് കള്ളം പറഞ്ഞത്. എന്നാൽ ആര്യന്റെ ഹൃദയം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവൻ സിംഗാനിയ കുടുംബത്തിന്റെ ബിസിനസ് ഏറ്റെടുത്തെങ്കിലും അവന്റെ മനസ്സപ്പോഴും ആരതിക്ക് വേണ്ടി തുടിക്കുകയായിരുന്നു. അവൻ തന്റെ സ്വന്തം നിലയിൽ ആരതിയെയും അവളുടെ അച്ഛനെയും എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കാൻ തുടങ്ങി. അവർ താമസിച്ചിരുന്ന പഴയ വീട് മറ്റാരോ വാങ്ങിയിരുന്നു. കോളേജിൽ അന്വേഷിച്ചെങ്കിലും അവൾ പരീക്ഷ എഴുതിയില്ലെന്നും പഠനം നിർത്തിയതായെന്നും അറിഞ്ഞു. ആര്യൻ നഗരത്തിലെ ഓരോ തെരുവുകളിലും അലിഞ്ഞു തിരിഞ്ഞു. ആളുകൾ അവരെ വെറും ഒരു സാധാരണക്കാരായ ദരിദ്രരായി കണ്ട് മാറ്റി നിർത്തിയപ്പോൾ അവർ യഥാർത്ഥത്തിൽ ത്യാഗത്തിന്റെയും മാനവികതയുടെയും ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ലോകത്ത് ജീവിക്കുകയായിരുന്നു. കഥ വീണ്ടും ആ പഴയ 5 സ്റ്റാർ ഹോട്ടലിലെ രംഗത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ആര്യൻ സിംഗാനിയ
സിംഗാനിയ മാനേജറുടെ മുഖത്തടിച്ച ശേഷം ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു, മാനേജർ, നിങ്ങൾ ദരിദ്രരെന്നും ഭിക്ഷക്കാരെന്നും വിളിച്ച് ഈ ഹോട്ടലിൽ നിന്നും കഴുത്തിനു പിടിച്ച് ആട്ടി ഓടിക്കാൻ ശ്രമിച്ച ഈ പെൺകുട്ടിയാണ് 2 വർഷം മുമ്പ് സ്വന്തം ജീവിതവും സ്വപ്നങ്ങളും നോക്കാതെ എനിക്ക് അവളുടെ വൃക്ക ദാനം ചെയ്തത്. ഇവരുടെ പ്രായമായ അച്ഛനാണ് സ്വന്തം വീടും സമ്പാദ്യവും വിറ്റ് എന്റെ ശസ്ത്രക്രിയക്ക് പണം നൽകിയത്. ഞാൻ ഇന്ന് ജീവനോടെ നിങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിവർ എനിക്ക് തന്ന ഭിക്ഷയാണ്. ഇവരുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കാൻ പോലും നമുക്കൊന്നും യോഗ്യതയില്ല. ആരിന്റെ വാക്കുകൾ കേട്ട് ഹോട്ടൽ മാനേജർ ഭയത്തോടെ വിറക്കാൻ തുടങ്ങി. അയാളുടെ മുഖത്തെ ചോരയൊലിപ്പ് മാറി വിളറി വെളുത്തു. ഹോട്ടലിലെ മറ്റ് ജീവനക്കാരും വരിവരിയായി നിന്നിരുന്ന സെക്യൂരിറ്റിക്കാരും തല താഴ്ത്തി നിന്നു. അവർ ചെയ്ത വലിയ തെറ്റോർത്ത് അവർ ഉള്ളിൽ ഭയന്നു. ആര്യൻ പതുക്കെ ആരതിയുടെ അരികിലേക്ക് ചെന്നു. അവന്റെ കണ്ണുകളിൽ പ്രണയവും അതിലേറെ അവളോടുള്ള ആദരവും ഉണ്ടായിരുന്നു. അവൻ വിറക്കുന്ന കൈകളോടെ അവളുടെ കൈകളിൽ പിടിച്ചു. ആര്യൻ കണ്ണീരോടെ പറഞ്ഞു, ആരതി, ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചു. ഓരോ തെരുവിലും ഓരോ നഗരത്തിലും ഞാൻ നിനക്കായി അലഞ്ഞു തിരിഞ്ഞു നടന്നു. എന്റെ മാതാപിതാക്കൾ എന്നോട് കള്ളം പറഞ്ഞു. നീ എന്നെ ഉപേക്ഷിച്ചു പോയി എന്നാണ് അവർ എന്നെ ധരിപ്പിച്ചത്. പക്ഷേ എന്റെ ഹൃദയം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇന്ന് വിധി നമ്മളെ വീണ്ടും ഇവിടെ വെച്ച് ഒന്നിപ്പിച്ചിരിക്കുകയാണ്. ആരതി, നിനക്ക് സമ്മതമാണെങ്കിൽ ഈ നിമിഷം ഇവിടെയുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിന്റെ കൈകളെന്നും എന്നേക്കുമായി ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. നീയും അച്ഛനും ഇനി എന്റെ കൂടെ വരണം. നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം ഇന്നത്തോടെ അവസാനിക്കും. ആരതിയുടെ കണ്ണുകളിൽ നിന്നും നിയന്ത്രണമില്ലാതെ കണ്ണീരൊഴുകി. അവളുടെ മനസ്സ് നിറഞ്ഞെങ്കിലും അവൾ പതുക്കെ തന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അച്ഛന്റെ കണ്ണുകളിലും സന്തോഷ കണ്ണീരുണ്ടായിരുന്നു. മകളുടെ ജീവിതത്തിൽ ഇനി നല്ല നാളുകളാണെന്ന് മനസ്സിലാക്കിയ ആ അച്ഛൻ സന്തോഷത്തോടെ തലയാട്ടി. ആര്യൻ യാതൊരു മടിയും കൂടാതെ ആരതിയെയും അവളുടെ അച്ഛനെയും തന്റെ ആഡംബര കാറിലിരുത്തി തന്റെ വലിയ കൊട്ടാരം പോലുള്ള സിംഗാനിയ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അവൻ വിചാരിച്ചു ഇനി തന്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാകൂ എന്ന്. എന്നാൽ വിധി അവർക്കായി മറ്റൊരു വലിയ പരീക്ഷണം കൂടി കാത്തുവെച്ചിട്ടുണ്ടായിരുന്നു. കാർ വലിയ സിംഗാനിയ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്നു നിന്നു. ആര്യൻ വളരെ സന്തോഷത്തോടെ ആരതിയുടെയും അച്ഛന്റെയും കൈകൾ പിടിച്ച് വീടിന്റെ വലിയ പടവുകൾ കയറാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വീടിന്റെ പ്രധാന കവാടത്തിൽ ആര്യന്റെ അമ്മ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ മുഖത്തെ വലിയ ദേഷ്യവും അഹങ്കാരവും നിറഞ്ഞു നിന്നിരുന്നു. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിർത്തു ആര്യ, ഒരടി പോലും മുന്നോട്ട് വെക്കരുത്. ഈ തെരുവു മനുഷ്യരെ നമ്മുടെ ആഡംബര വീട്ടിലേക്ക് കയറ്റാൻ ആരാണ് നിനക്ക് അനുവാദം തന്നത്? ഇങ്ങനെയുള്ള പിച്ചക്കാരുടെ സ്ഥലം നമ്മുടെ കൊട്ടാരത്തിലല്ല. ഇവരെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പുറത്താക്കൂ. അമ്മയുടെ ഈ ക്രൂരമായ വാക്കുകൾ ആര്യനെ വീണ്ടും വലിയൊരു തകർച്ചയിലേക്ക് നയിക്കുകയായിരുന്നു. പ്രണയവും പണവും തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിന് അവിടെ തുടക്കമാവുകയായിരുന്നു. ആര്യൻ തന്റെ അമ്മയുടെ മുന്നിൽ ചെന്ന് വളരെ ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അമ്മേ, നിങ്ങൾ ഇന്ന് ആരെയാണോ തള്ളിക്കളയുന്നത്, ആരുടെ കീറിയ വസ്ത്രം കണ്ടിട്ടാണോ അകറ്റി നിർത്തുന്നത്, അവൾ കാരണമാണ് നിങ്ങളുടെ മകൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നത്. എന്റെ ശരീരത്തിനുള്ളിൽ ഇപ്പോൾ തുടിക്കുന്നത് ആരതിയുടെ കിഡ്നിയാണ് അമ്മേ. അവളാണ് നിങ്ങളുടെ മകന് ജീവൻ നൽകിയത്. ഇവരുടെ അച്ഛനാണ് എന്റെ ചികിത്സക്കായി സ്വന്തം വീട് വിറ്റത്. ദയവായി ഇവരെ അപമാനിക്കരുത്. എന്നാൽ അമ്മ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അവർ അഹങ്കാരത്തോടെ പറഞ്ഞു, മതി ആര്യ, നിന്റെ നാടകങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ടതില്ല. അവൾ കിഡ്നി തന്നതിന് നമ്മൾ പണം കൊടുത്ത് ഒഴിവാക്കിയതാണ്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഈ പിച്ചക്കാരി പെൺകുട്ടി നമ്മുടെ കുടുംബത്തിലെ മരുമകളാകാൻ ഒട്ടും യോഗ്യയല്ല. അവർ ആരതിയെ നോക്കി പരിഹാസത്തോടെ തുടർന്നു, ഇവളും നമ്മളും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആദ്യം ഇവളുടെ യോഗ്യത നോക്കൂ. ഒരു പണക്കാരന്റെ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടി ഇവൾ കാണിച്ച നാടകമായിരിക്കും ഇത്. ഇവളെ നമ്മുടെ വീട്ടിൽ കയറ്റാൻ കഴിയില്ല. ഈ സമയം ആര്യന്റെ അച്ഛൻ മിസ്റ്റർ സിംഗാനിയെയും അങ്ങോട്ട് വന്നുകൂടി. അദ്ദേഹം ഗൗരവത്തിൽ പറഞ്ഞു, ആര്യ, നിന്റെ അമ്മ പറയുന്നതാണ് ശരി. നമ്മുടെ പദവിക്ക് ചേർന്ന ഒരു പെൺകുട്ടിയെ മാത്രമേ ഈ വീട്ടിൽ കയറ്റാൻ കഴിയൂ. ബിസിനസ് ലോകത്ത് നമുക്കൊരു പേരുണ്ട്. ഈ ഭിക്ഷക്കാരെ നമുക്ക് വീട്ടിലെ അംഗങ്ങളാക്കാൻ കഴിയില്ല. അച്ഛനും അമ്മയും ചേർന്ന് തന്റെ യഥാർത്ഥ സ്നേഹത്തെയും ആരതിയുടെ വലിയ ത്യാഗത്തെയും തരം താഴ്ത്തി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആര്യന്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അവന്റെ കണ്ണുകളിൽ ദേഷ്യം ഇടിച്ചു കയറി. അവൻ ആരതിയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, പപ്പ, മമ്മി, ഇന്ന് നിങ്ങൾ യോഗ്യതയുടെയും പണത്തിന്റെയും കാര്യം സംസാരിച്ച സ്ഥിതിക്ക് എന്റെയും അവസാന തീരുമാനം നിങ്ങൾ കേട്ടോളൂ. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ആരതിയെ മാത്രമായിരിക്കും. അതിനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും പുറകോട്ട് മാറില്ല. ആരതിയാണ് എന്റെ ഭാര്യ, അതിനിമിഷം ഞാൻ ഉറപ്പിക്കുന്നു. മിസ്റ്റർ സിംഗാനിയ ദേഷ്യം കൊണ്ട് വിറച്ചു. അദ്ദേഹം പറഞ്ഞു, ആര്യ, നിനക്ക് ഞങ്ങളെക്കാൾ വലുത് ഈ പെൺകുട്ടിയാണെങ്കിൽ നിനക്ക് ഈ ആരതിയെ തന്നെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ വീടും നമ്മുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും ബിസിനസ്സും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ഓർത്തോ. നിന്നെ ഞങ്ങൾ ഈ സ്വത്തിൽ നിന്നും പുറത്താക്കും. ഒരു പൈസ പോലും നിനക്ക് തരില്ല. ഇനി നീ തന്നെ തീരുമാനിക്കൂ. നിനക്ക് ഞങ്ങളുടെ ഈ വലിയ സമ്പത്ത് വേണോ അതോ ഈ ദരിദ്രരായ ആരതിയെ വേണോ? ആ ചോദ്യം ആര്യനെ ഒട്ടും അലട്ടിയില്ല. അവൻ ആരതിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു.
അവൻ അവൾക്ക് ധൈര്യം നൽകിക്കൊണ്ട് അച്ഛന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഈ പണവും പ്രശസ്തിയും കോടികളുടെ സ്വത്തും വേണ്ട പപ്പ. എനിക്കെന്റെ ആരതിയെ മാത്രം മതി. കാരണം പണം തന്ന് വാങ്ങാൻ കഴിയാത്ത ജീവനാണ് അവൾ എനിക്ക് തന്നത്. അവൻ തന്റെ കോടികളുടെ സ്വത്തുക്കളും കൊട്ടാരവും ഒരു മടിയും കൂടാതെ ഉപേക്ഷിച്ചു. ആരതിയുടെയും അവളുടെ അച്ഛന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് അവൻ ആ ആഡംബര വീട്ടിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങി നടന്നു. പണത്തേക്കാൾ വലുത് സ്നേഹമാണെന്ന് അവൻ തെളിയിക്കുകയായിരുന്നു. ആര്യൻ സിംഗാനിയ തന്റെ വലിയ കുടുംബത്തിന്റെ ആഡംബര ജീവിതവും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും പൂർണ്ണ മനസ്സോടെ ഉപേക്ഷിച്ചു. അവൻ ആരതിയെയും അവളുടെ പ്രായമായ അച്ഛനെയും കൂട്ടി ആ നഗരത്തിന്റെ ഒരു വിജനമായ കോണിലുള്ള ചെറിയൊരു വാടക വീട്ടിലേക്ക് മാറി. ആ വീട് വളരെ ചെറുതായിരുന്നു. ചോർന്നൊലിക്കുന്ന ചുവരുകളും ഒരു ചെറിയ മുറിയും അടുക്കളയും മാത്രമുള്ള ഒരു കൊച്ചു വീട്. താൻ ജീവിച്ചു വളർന്ന കൊട്ടാരവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലായിരുന്നു. എങ്കിലും ആര്യൻ ആരതിയുടെ മുഖത്തേക്ക് നോക്കി വലിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, ആരതി, അച്ഛാ, ഇന്നു മുതൽ ഇതാണ് നമ്മുടെ സ്വന്തം വീട്. ഇത് വളരെ ചെറുതാണ്. വലിയ സൗകര്യങ്ങൾ ഒന്നുമില്ല. പക്ഷെ ഇവിടെ സമാധാനമുണ്ട്. കപടതയില്ലാത്ത യഥാർത്ഥ സ്നേഹമുണ്ട്. ആരതി, അന്ന് എനിക്ക് വേണ്ടി നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ ആ വലിയ സ്വപ്നം, അത് ഇന്നു മുതൽ എന്റെയും സ്വപ്നമാണ്. ഞാൻ രാപ്പകലില്ലാതെ അധ്വാനം ചെയ്യും. പക്ഷെ നിന്റെ പഠനം ഞാൻ ഒരിക്കലും മുടങ്ങാൻ അനുവദിക്കില്ല. ഞാൻ മണ്ണ് ചുമന്നിട്ടാണെങ്കിലും നിന്നെ ഈ രാജ്യത്തിന്റെ കളക്ടറാക്കും. അവൻ പറഞ്ഞ വാക്കുകൾ വെറും വാക്കുകളായിരുന്നില്ല. പിറ്റേ ദിവസം പുലർച്ചെ മുതൽ ആര്യൻ ഒരു സാധാരണ തൊഴിലാളിയായി ജോലി ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചു. കോടീശ്വരനായ ആര്യൻ സിംഗാനിയ ഇന്ന് നഗരത്തിലെ കെട്ടിട നിർമ്മാണ സ്ഥലങ്ങളിൽ കല്ലും സിമന്റും ചുമന്ന് കത്തുന്ന വെയിലിൽ പണിയെടുത്തു. ഫാക്ടറികളിൽ വിയർപ്പൊഴുക്കി. ആ അധ്വാനത്തിലൂടെ ലഭിക്കുന്ന ചെറിയ തുക അവൻ വളരെ സൂക്ഷ്മതയോടെ ആരതിക്ക് പഠിക്കാൻ ആവശ്യമായ വലിയ പുസ്തകങ്ങളും കോച്ചിങ് ഫീസും വാങ്ങാനായി നൽകി. ഒരു വശത്ത് ആര്യൻ തന്റെ ശരീരം തളരുന്നത് വരെ പണിയെടുത്ത് പണം സമ്പാദിക്കുമ്പോൾ മറുവശത്ത് ആരതി തന്റെ ലക്ഷ്യത്തിനു വേണ്ടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കമൊഴിച്ച് കഠിനമായി പഠിച്ചുകൊണ്ടിരുന്നു. ആര്യന്റെയും തന്റെ അച്ഛന്റെയും വലിയ ത്യാഗവും വിയർപ്പും ഒരിക്കലും പാഴാകില്ല എന്നവൾ തന്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അവൾക്ക് മുന്നിൽ പ്രതിസന്ധികൾ ഒരുപാട് വന്നെങ്കിലും അവൾ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഒടുവിൽ ആ ദിവസം വന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പരീക്ഷയായ സിവിൽ സർവീസ് പരീക്ഷയുടെ ഫലം പുറത്തു വന്നു. ആരതി ആ പരീക്ഷയിൽ 1ാം റാങ്കോടെ ഉന്നത വിജയം കരസ്ഥമാക്കി. അവൾ ആ രാജ്യത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥയായി, ഒരു IAS ഓഫീസറായി ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അവളുടെ അധ്വാനത്തിനും ആര്യന്റെ യഥാർത്ഥ ത്യാഗത്തിനും മുന്നിൽ വിധിക്കൊടുവിൽ തലകുനിക്കേണ്ടി വന്നു. അടുത്ത ദിവസം രാവിലെ ആ വലിയ 5 സ്റ്റാർ ഹോട്ടലിന്റെ മുന്നിലേക്ക് സർക്കാർ മുദ്രയുള്ള മുകളിൽ ചുവന്ന വിളക്ക് കത്തുന്ന ഒരു വലിയ ഔദ്യോഗിക വാഹനം ചെന്ന് ബ്രേക്കിട്ട് നിർത്തി. വണ്ടിയിൽ നിന്നും വെളുത്ത വസ്ത്രവും ഔദ്യോഗിക പദവിയുടെ ഗാംഭീര്യവുമുള്ള IAS ഓഫീസറായ ആരതി പുറത്തിറങ്ങി. അവളോടൊപ്പം സാധാരണ വസ്ത്രങ്ങൾ ധരിച്ച ആര്യനും അവളുടെ അച്ഛനും ഉണ്ടായിരുന്നു. 2 വർഷം മുമ്പ് ആരതിയെയും അച്ഛനെയും ദരിദ്രർ എന്നും ഭിക്ഷക്കാരെന്നും വിളിച്ച് ഹോട്ടലിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച അതേ ഹോട്ടൽ മാനേജർ ഇന്ന് ഭയത്തോടെയും ബഹുമാനത്തോടെയും വിറക്കുന്ന കൈകളോടെ അവൾക്ക് മുന്നിൽ സല്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു.